പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഇന്ത്യയുടെ തിരിച്ചടി എങ്ങനെയും ഒഴിവാക്കാനുള്ള തീവ്ര ശ്രമവുമായി പാകിസ്ഥാൻ. ഇതിന്റെ ഭാഗമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് റിപ്പോർട്ട്. സൗദി, കുവൈറ്റ്, UAE അംബാസഡർമാരുമായും നടത്തിയ ചർച്ച ആക്രമണത്തിന് പിന്നിൽ തങ്ങളല്ലെന്ന നിലപാട് പാക് പ്രധാനമന്ത്രി ആവർത്തിച്ചിരുന്നു. ദക്ഷിണേന്ത്യയിൽ സമാധാനവും സുസ്ഥിരതയ്ക്കും പുലർത്താൻ പാകിസ്ഥാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ആക്രമണത്തെക്കുറിച്ച് വിശ്വസനീയവും സുതാര്യവും നിഷ്പക്ഷവുമായ അന്വേഷണം വേണമെന്നും അത്തരമൊരു അന്വേഷണത്തോട് തങ്ങൾ പൂർണ്ണമായും സഹകരിക്കുമെന്ന് ഷഹബാസ് ഷെരീഫ് അറിയിച്ചു. മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും പാകിസ്ഥാനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് അവർ മറുപടി നൽകിയതായാണ് റിപ്പോർട്ട്. അതേസമയം കാശ്മീരിലെ കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, നൌഷേര, അഖ്നൂർ മേഖലകളിൽ ഇപ്പോഴും പാക് പ്രകോപനം തുടരുകയാണ്. ഇന്ത്യൻ സൈന്യം ഇതിന് ശക്തമായ തിരിച്ചടി നൽകുന്നുമുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ISIക്ക് പങ്കുണ്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസിക്ക് സൂചന ലഭിച്ചിരുന്നു. ലഷ്കറിന് കാശ്മീരിൽ സഹായം നൽകുന്നവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ ഭീകരർ പാകിസ്ഥാനിലെ ISI നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയെന്ന വിവരം ലഭിച്ചത്. അതേസമയം വെടിനിർത്തൽ കരാർ ലംഘനം തുടർന്ന പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ 9ാം ദിവസവും പാക് വെടിവെപ്പ് നടത്തി. ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യയുടെ തിരിച്ചടി ഉറപ്പായിരിക്കെ സംഘർഷം ലഘൂകരിക്കാൻ സൗഹൃദ രാജ്യങ്ങളുടെ സഹായം പാകിസ്ഥാൻ തേടിയിരുന്നു. ഇടപെടണമെന്ന് സൗദി അറേബ്യയോടും UAEയോടും അഭ്യർത്ഥിച്ചു. പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ തിരിച്ചടി പരിമിതമാകണമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസും അഭിപ്രായപ്പെട്ടു. മേഖലയാകെ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന തരത്തിലാവരുത് തിരിച്ചടിയെന്നാണ് JD വാൻസിന്റെ നിലപാട്. സ്വന്തം മണ്ണിലെ ഭീകരത ഇല്ലാതാക്കാൻ പാകിസ്ഥാൻ സഹകരിക്കണമെന്നും JD വാൻസ് പറഞ്ഞു. അതിനിടെ കൂടുതൽ പാകിസ്ഥാനി ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ ഇന്ത്യ വിലക്കി. ക്രിക്കറ്റർമാരായ വസീം അക്രം, ബാബർ അസം, മുഹമ്മദ് റിസ്വാൻ എന്നിവരുടെ അക്കൗണ്ടുകൾ ഇതിൽ ഉൾപ്പെടും. പാകിസ്ഥാൻ വാർത്താ വെബ്സൈറ്റുകൾക്കും ഇന്ത്യയിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി തിരച്ചിൽ തുടരുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ശക്തമാക്കി പ്രതിപക്ഷ പാർട്ടികളും രംഗത്തുണ്ട്. പാകിസ്ഥാന് മറുപടി നൽകുന്നതിൽ കാലതാമസം എന്തെന്ന് ചോദ്യവുമുണ്ടായിരുന്നു. സർക്കാർ വ്യക്തവും ശക്തവുമായ തിരിച്ചടി പാകിസ്ഥാന് നൽകാൻ വൈകുന്നത് അത്ഭുതപ്പെടുത്തുന്നു എന്ന് കോൺഗ്രസ് പ്രതികരിച്ചിരുന്നു. സർക്കാരിന് മുന്നോട്ടു പോകാൻ കഴിയുന്നില്ലെങ്കിൽ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം ഉടൻ വിളിച്ച് കൂടിയാലോചന നടത്തണമെന്നും ഇന്ത്യ സഖ്യ പാർട്ടികൾ ആവശ്യപ്പെട്ടു. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെ സാമ്പത്തികമായും വരിഞ്ഞു മുറുക്കാനുള്ള നീക്കങ്ങൾ ഇന്ത്യ ആരംഭിച്ചു. ഭീകരപ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി പാകിസ്ഥാന് അന്താരാഷ്ട്ര ബാങ്കുകളിൽ നിന്ന് ലഭിക്കുന്ന വായ്പ തടയുകയാണ് ലക്ഷ്യം വെക്കുന്നത്. പാകിസ്ഥാനുള്ള വായ്പകളും പിന്തുണയും പുനഃപരിശോധിക്കാൻ ഞങ്ങൾ എല്ലാ ബഹുരാഷ്ട്ര ഏജൻസികളോടും ആവശ്യപ്പെടുമെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ലോകബാങ്ക്, IMF, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവയുൾപ്പെടെയുള്ള ADBകളെ നേരിട്ട് സമീപിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് $7 ബില്യൺ പദ്ധതി പാകിസ്ഥാൻ നേടിയെടുത്തിരുന്നു. ഇക്കഴിഞ്ഞ മാർച്ചിൽ $1.3 ബില്യൺ പുതിയ കാലാവസ്ഥാ പ്രതിരോധ വായ്പയും പാകിസ്ഥാന് ലഭിച്ചിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന പാകിസ്ഥാന് ഇതിനിടെ സഹായധനം നൽകാനുള്ള അന്താരാഷ്ട്ര നാണ്യനിധി നീക്കവും നടക്കുന്നുണ്ട്. ഇതിനെ ഇന്ത്യ എതിർക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.